CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ യാത്രാക്ലേശത്തിന് പരിഹാരമായി അതിവേഗ റെയിൽ പദ്ധതി 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് മെട്രോമാൻ E. ശ്രീധരൻ പറഞ്ഞു. മലപ്പുറത്ത് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുണ്ടായ അക്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഈ മാസം 2, 3 തീയതികളിൽ ക്ഷേത്രത്തിന് സമീപം വെച്ച് നടന്ന അക്രമത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. പൂരപ്രേമികൾക്ക് കാഴ്ച വിസ്മയം സമ്മാനിച്ച് തൃപ്പുറ്റ താലപ്പൊലി ആഘോഷിച്ചു. ഇണക്കാളകൾ, ഗജവീരന്മാർ, പഞ്ചവാദ്യം, വാദ്യമേളങ്ങൾ എന്നിവ കാഴ്ച വിരുന്നൊരുക്കി. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ യാത്രാക്ലേശത്തിന് പരിഹാരമായി അതിവേഗ റെയിൽ പദ്ധതി 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് മെട്രോമാൻ E. ശ്രീധരൻ പറഞ്ഞു. മലപ്പുറത്ത് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന ഈ അതിവേഗ പാതയിൽ സംസ്ഥാനത്തുടനീളം 20 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് പദ്ധതിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലയിൽ മലപ്പുറം നഗരത്തിലും കരിപ്പൂർ വിമാനത്താവളത്തിലുമായി 2 സ്റ്റോപ്പുകൾ ഉണ്ടാകും. ഇതിന്റെ മാക്സിമം ഡിസൈൻ സ്പീഡ് 200 കിലോമീറ്റർ ഡിസൈൻ സ്പീഡ്. പക്ഷേ ഓപ്പറേറ്റിംഗ് സ്പീഡ് സാധാരണ ഡിസൈൻ സ്പീഡിനെക്കാളും 10% ഓപ്പറേറ്റിംഗ് സ്പീഡ് 180 കിലോമീറ്റർ 150 കിലോമീറ്റർ. പിന്നെ ധാരാളം സ്റ്റേഷൻ ഈ ട്രെയിൻ വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. എൻ്റെ ആ സ്പീഡിലുള്ള ആക്സിലറേഷൻ ബ്രേക്കിംഗ് ഇതൊക്കെ കണക്കെടുത്താണ് സ്റ്റേഷൻ സ്റ്റോപ്പ് ഉണ്ടായി. ഇതിൻ്റെ ആവറേജ് കമ്പ്യൂട്ടർ സ്പീഡ് ആവറേജ് കമ്പ്യൂട്ടർ സ്പീഡ് 150 കിലോമീറ്റർ. അതുകൊണ്ട് വളരെ സ്റ്റേഷൻ സ്റ്റോപ്പ് ഈ ജില്ലയിൽ ഏത് വേഗം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 20 സ്റ്റേഷനുണ്ട്. ആ 20 സ്റ്റേഷനെ പറ്റി ആദ്യമായി ഞാൻ പറയാം. തിരുവനന്തപുരം അവിടെ തുടങ്ങി. തൊട്ട് തന്നെ തിരുവനന്തപുരം എയർപോർട്ട്, പിന്നെ വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, വൈക്കം, എറണാകുളം എറണാകുളം. ഒരു BJP-കാരൻ എന്ന നിലയിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ തനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ മുന്നോട്ടുവെച്ച സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരിക്കെയാണ് അതിനേക്കാൾ വേഗതയേറിയതും പ്രായോഗികവുമായ ബദൽ നിർദ്ദേശവുമായി E. ശ്രീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. CCN മലപ്പുറം. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുണ്ടായ ആക്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഈ മാസം 2, 3 തീയതികളിൽ ക്ഷേത്രത്തിനു സമീപം വെച്ച് നടന്ന അക്രമത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും ആനമങ്ങാട് സ്വദേശിയുമായ ചോലക്കൽ ജയരാജ്, ചിറ്റോടിയിൽ ജിഷ്ണു, ആനമങ്ങാട് വടക്കൻ സിറ്റി സ്വദേശി മാങ്ങാമ്പറ്റ കൃഷ്ണകുമാർ, കാറൽമണ്ണ സ്വദേശി മുക്കിൽ സുജിത് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 2, 3 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. 2-ന് രാത്രി 8:30-യോടെ ആനമങ്ങാട് കുന്നുമ്മൽ ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് മുഴന്തമണ്ണ ദേശക്കാരുടെ വേലവരവിൽ പങ്കെടുത്ത
വീട്ടിനടുത്ത് വരുന്ന വഴി കുന്നുമ്മൽ ക്ഷേത്ര ഗ്രൗണ്ടിന് സമീപം വെച്ച് പ്രതികൾ മുഴന്തമണ്ണ സ്വദേശി സ്വരൂപിനെ മർദ്ദിക്കുകയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ 3-ാം തീയതി രാത്രി 11 മണിയോടെ മുഴന്തമണ്ണ സ്വദേശി അക്ഷയ് കുമാറിനെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും അക്ഷയ് കുമാറിന്റെ തലയ്ക്ക് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യം പെരിന്തൽമണ്ണ ആശുപത്രിയിലും കൂടുതൽ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്ത അക്ഷയ് കുമാറിന് തലയ്ക്ക് 15ഓളം സ്റ്റിച്ചുണ്ടായിരുന്നു. സ്വരൂപിനും മാരകമായി പരിക്കേറ്റിരുന്നു. ആനമങ്ങാട് വേലക്കാരും മുഴുന്നമണ്ണ ദേശവേലക്കാരും തമ്മിൽ മുൻപ് സംഘർഷമുണ്ടായതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ പരാതിക്കാരെ മർദ്ദിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് എന്ന് പറയുന്നു. അക്ഷയ് കുമാർ, സ്വരൂപ് എന്നിവരുടെ പരാതി പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2 പേർക്ക് മാരകമായി പരിക്കേറ്റതിന്റെ ഗൗരവം കണക്കിലെടുത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി MP ലത്തീഫ്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം നാട്ടിൽ നിന്ന് ഒളിവിൽ പോയ ജയരാജ്, ജിഷ്ണു എന്നിവരെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രതികളെ ആനമങ്ങാട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പരാതിക്കാരെ കാണിച്ച് തിരിച്ചറിയിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മുഖ്യപ്രതി ജയരാജന്റെ പേരിൽ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ 5ഓളം കേസുകൾ നിലവിലുണ്ട്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി MP ലത്തീഫ്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SIമാരായ അൻവർ സാദിഖ്, രാമചന്ദ്രൻ, ASI രേഖ, സുധീഷ്, ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCN പെരിന്തൽമണ്ണ. പൂരപ്രേമികൾക്ക് കാഴ്ച വിസ്മയം സമ്മാനിച്ച് തൃപ്പറ്റ താലപ്പൊലി ആഘോഷിച്ചു. ഇണക്കാളകൾ, ഗജവീരന്മാർ, പഞ്ചവാദ്യം, വാദ്യമേളങ്ങൾ എന്നിവ കാഴ്ച വിരുന്നൊരുക്കി. വൈകിട്ട് 5 മണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ഇണക്കാളകളുടെയും ഗജവീരന്മാരുടെയും ഒപ്പം വാദ്യഘോഷത്തോടെ പാട്ടുകണ്ടത്തിൽ അണിനിരന്നു. പിന്നീട് മേൽമുറി, കീഴ്മുറി എന്നീ ക്രമത്തിൽ ഇണക്കാളകൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പാട്ടുകണ്ടത്തിൽ നിന്ന് ആനകൾ ക്ഷേത്രസന്നിധിയിൽ പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയിൽ പ്രദക്ഷിണം ചെയ്ത് തൊഴുതുമടങ്ങി. CCN ചെർപ്പുളശ്ശേരി. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക്
പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം KSRTC പരിസരത്തു നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ ഞാൻ ചെയർപേഴ്സണായി വന്നിട്ട് 3 മാസമായുള്ളൂ. ഇദ്ദേഹം SP ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ബീങ് എ പ്രൗഡ് ലേഡി ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സാണ്, പ്രത്യേകിച്ച് ലേഡി ഓഫീസേഴ്സാണ് ഞങ്ങളുടെ ഒരു കരുത്ത്, സ്ട്രെങ്ത്. സോ ആദ്യമേ അതിന് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ ടീമിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ തുടർന്നും ഞങ്ങൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാവരും കൂടെ ഇതുപോലെ തന്നെ ഇനി എല്ലാ ദിവസങ്ങളും നടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഇത് പർട്ടിക്കുലർലി നൈറ്റ് ടൈം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും രാത്രിയിൽ ഇറങ്ങുന്നതിൽ നമ്മൾ ഒരു 100 വട്ടം ചിന്തിക്കുന്നത്. രാവിലെ പുറത്തിറങ്ങുമ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 1000 വട്ടം ഒരു 10 നമ്മളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങാറ്. രാവിലെ എവിടെ പോകണം, എങ്ങനെ തിരിച്ചെത്തും, ഏത് സമയത്ത് തിരിച്ചെത്തും, ഇതെല്ലാം നമ്മൾ നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മളൊരു സൈഡ് റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും നമ്മളുടെ കണ്ണൊരു 100 സ്ഥലങ്ങളിലാണ് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം അതാണ് നമ്മളുടെ സ്ത്രീകളുടെ പബ്ലിക് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. അപ്പം അതിലൊരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും മലപ്പുറത്തും 10 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ രാത്രിയിലുള്ള പെട്രോളിങ്ങിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആ പോൾ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കൺട്രോൾ റൂമിലോട്ട് അലേർട്ട് പോകുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതെനിക്കൊന്ന് ഓൾറെഡി തിരുവനന്തപുരത്തൊക്കെ ഓൾറെഡി പല സ്ഥലങ്ങളിലും ഇപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി അത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൻ്റെ കീഴിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാത്രികാല പോലീസ് പട്രോളിംഗിന്റെ ഭാഗമാകുകയും കൺട്രോൾ റൂമുകളിൽ ലഭിക്കുന്ന സ്ത്രീകളുടെ പരാതികളിൽ ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യും. പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ എന്നിവയെ ഏകോപിപ്പിച്ചാണ് നിർഭയ നിശ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിൽ AI ക്യാമറകളും അപകട വിവരങ്ങൾ അറിയിക്കാനുള്ള അലാറം സംവിധാനമുള്ള സേഫ്റ്റി പോളുകളും സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലപ്പുറം നഗരത്തിൽ സ്ത്രീകളുടെ രാത്രി നടത്തവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മഞ്ചേരി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, DYSPമാരായ NO സുബി, അബ്ദുൽ ബഷീർ, വാർഡ് കൗൺസിലർ നജ്മ സബീർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. CCN മലപ്പുറം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ നഫ്ന നൌഫലിനെ DYFI കാമ്പറ യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ V രമേശൻ നഫ്നയ്ക്ക് മൊമന്റോ കൈമാറി. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഫ്ന തോണിക്കടവിൽ നൌഫൽ ഖദീജ ദമ്പതികളുടെ മകളാണ്. CPIM ഏരിയ സെക്രട്ടറി E രാജേഷ്, ലോക്കൽ സെക്രട്ടറി PK ഷൌക്കത്ത് അലി, ലോക്കൽ കമ്മിറ്റി അംഗം K മുസ്തഫ, ബ്രാഞ്ച് സെക്രട്ടറി നാസർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. DYFI യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷിയാസ്, പ്രസിഡന്റ് N രമേശ്, TK മുനീർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി നാളെ ആഘോഷിക്കും. 15 ഗജവീരന്മാരും ഇണക്കാളകളും അണിനിരക്കുന്ന എഴുന്നള്ളിപ്പുകളാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. ചൊവ്വാഴ്ച രാവിലെ 7:30 കൊട്ടിയെറിയിക്കൽ ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വൈകുന്നേരം 4 മണി മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തട്ടകദേശങ്ങളിൽ നിന്നുമുള്ള വേലെഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും.
4:30 തളിക്ഷേത്രത്തിൽ നിന്നുള്ള ദേവസ്വം എഴുന്നള്ളിപ്പും ദേശക്കാളകളുടെ കാവുകയറ്റവും നടക്കും. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് പൂതൻ തിറ കളി എന്നിവ അരങ്ങേറും. സന്ധ്യാസമയത്ത് 5:30 താലം നിരത്തും കണ്ടത്തിലും 6:30 താലപ്പൊലി കണ്ടത്തിലും ആനവേല എഴുന്നള്ളിപ്പുകളുടെ നിരക്കലും കൂട്ടിമേളവും നടക്കും. 8 ആനവേല എഴുന്നള്ളിപ്പുകൾ സമാപിക്കും. രാത്രി 8:30 തിരുമുറ്റത്ത് ദേവസ്വം മേളത്തിന്റെ കൊട്ടിക്കലാശവും തുടർന്ന് കാളവേലകളുടെ കാവുകയറ്റവും കാളക്കളിയും നടക്കും. രാത്രി 10 മണിക്ക് മായന്നൂർ അമർനാഥ് മാരാരുടെ തായമ്പകയും 11 കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറും. അർദ്ധരാത്രി 12 മണിക്ക് മുല്ലയ്ക്കൽ പൂജ, കളംപാട്ട്, താലപ്പൊലി എഴുന്നള്ളിപ്പ്, താലം നിരത്തൽ, അരിയേറ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്ര പ്രദക്ഷിണവും കൂറവലിക്കൽ ചടങ്ങുകളോടെയും ഉത്സവം സമാപിക്കും. ബുധനാഴ്ച രാവിലെ 8 മുതൽ ചവിട്ടുകളി അരങ്ങേറും. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ യാത്രാക്ലേശത്തിന് പരിഹാരമായി അതിവേഗ റെയിൽ പദ്ധതി 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് മെട്രോമാൻ E. ശ്രീധരൻ പറഞ്ഞു. മലപ്പുറത്ത് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുണ്ടായ അക്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഈ മാസം 2, 3 തീയതികളിൽ ക്ഷേത്രത്തിന് സമീപം വെച്ച് നടന്ന അക്രമത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. പൂരപ്രേമികൾക്ക് കാഴ്ച വിസ്മയം സമ്മാനിച്ച് തൃപ്പുറ്റ താലപ്പൊലി ആഘോഷിച്ചു. ഇണക്കാളകൾ, ഗജവീരന്മാർ, പഞ്ചവാദ്യം, വാദ്യമേളങ്ങൾ എന്നിവ കാഴ്ച വിരുന്നൊരുക്കി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.